ലോക്ക്ഡൌൺ തുടരുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ. ഇക്കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ എനിക്കൊരു ഫണ്ണി മെസ്സേജ് വന്നു. വെയിലത്ത് പണിയെടുത്തിരുന്ന ആണുങ്ങളെല്ലാം വീട്ടിലിരുന്ന് സുന്ദരന്മാരായി, ബ്യൂട്ടി പാർലറിൽ പോയിരുന്ന പെണ്ണുങ്ങളൊക്കെ വീട്ടിലിരുന്ന് യഥാർത്ഥ രൂപത്തിലായി. ഏതോ ഒരാൾ പെണ്ണുങ്ങളെ ട്രോളിയതാണ്. ബ്യൂട്ടി പാർലറെല്ലാം അടച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് വല്ലപ്പോഴുമൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയിരുന്ന വീട്ടമ്മമാരൊക്കെ ഇപ്പൊ ആകെ സങ്കടത്തിലായിരിക്കുമല്ലേ. എന്നാൽ അങ്ങനെ സങ്കടപ്പെടാൻ വരട്ടെ, വീട്ടിലിരുന്ന് നമുക്ക് ഫേഷ്യൽ ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ, നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഫേഷ്യൽ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ബ്രൂവിൻ്റെ തരിതരി പോലെയുള്ള കോഫി പൗഡർ ആണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ എടുത്തിരിക്കുന്നത് ഫേസ് പാക്കാണ്. ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. പിന്നെ ലെമൺ സ്ലൈസ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വാടിയ ലെമണാണ് എടുത്തിരിക്കുന്നത്. വാടിയതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അലോവേര എടുത്തിട്ടുണ്ട്. അലോവേരയോ അലോവേര ജെല്ലോ മോയ്സ്ചറൈസിങ് ക്രീമോ യൂസ് ചെയ്യാം. പഞ്ചസാര 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് 2 മതിയാവും. പിന്നെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫേസ് കഴുകി വൃത്തിയാക്കണം. ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പ് ഫേസിൽ അഴുക്കൊന്നും പാടില്ല. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് ഡ്രൈ ചെയ്ത് വെക്കണം മുഖം. അതിനുശേഷം നമ്മൾ കുറച്ച് നാരങ്ങയിലോട്ട് പഞ്ചസാര ഇടുന്നുണ്ട്. ഇത് വെച്ചിട്ട് മുഖം നന്നായിട്ട് മസാജ് ചെയ്യുവാണ്, സ്ക്രബ് ചെയ്യുവാണ്. ഈ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളിടത്ത് വേണം കൂടുതലും സ്ക്രബ് ചെയ്യാൻ. നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യുമ്പോൾ സ്മൂത്തായിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ. ഒരിക്കലും ഉരച്ച് സ്ക്രബ് ചെയ്യരുത്, ഇത് സ്കിന്നൊക്കെ ഡാമേജ് ആക്കും. പിന്നെ പിമ്പിൾസ് ഉള്ളിടത്ത് അധികം സ്ക്രബ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം തരി പോലെ ഇരിക്കുന്ന പഞ്ചസാര അത് കൂടുതൽ നമ്മുടെ പിമ്പിൾസ് മോശമാക്കും. അപ്പം നല്ലതുപോലെ സ്ക്രബ് ചെയ്യുക. നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പം കഴുത്തിലും കൂടെ സ്ക്രബ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ചുണ്ടിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അതിനുശേഷം സ്റ്റീമിങ് കൊടുക്കുക. മുഖത്ത് നന്നായിട്ട് സ്റ്റീമിങ് കൊടുക്കണം. അതിനുശേഷം ഐസ് ക്യൂബ് വെച്ചിട്ട് മുഖം റബ്ബ് ചെയ്യണം. സ്റ്റീമിങ് കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ മുഖത്തെ പോർസൊക്കെ ഓപ്പൺ ആയിട്ട് ഡേർട്ടൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അത് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് വെച്ച് റബ്ബ് ചെയ്യുന്നത്. ടൊമാറ്റോയിലോട്ട് കോഫി പൗഡർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് മുഖം നന്നായിട്ട് മസാജ് ചെയ്യണം. നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ടിരുന്നിട്ട് വേണം മസാജ് ചെയ്യാൻ. മസാജ് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും പ്രസ് ചെയ്ത് മസാജ് ചെയ്യരുത്. ടൊമാറ്റോയുടെ അകത്തെ പൾപ്പൊക്കെ മുഖത്തേക്ക് നന്നായിട്ട് വരുന്നത് പോലെ മസാജ് ചെയ്യണം. കോഫി പൗഡർ തീർന്നു പോവുകയാണെങ്കിൽ വീണ്ടും സ്പ്രെഡ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ മസാജ് ചെയ്യണം. കഴുത്തിലൊക്കെ മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഉണങ്ങിയതിന് ശേഷം ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്യണം. ഫേസ് പാക്കിന് നമ്മൾ എടുത്തിരിക്കുന്നത് തൈര്, കുറച്ച് തക്കാളി, പിന്നെ കുറച്ച് നാരങ്ങ നീര്, കുറച്ച് അരിപ്പൊടിയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നല്ലതുപോലെ തന്നെ ഫേസിൽ ഇട്ട് കൊടുക്കുക. റൗണ്ട് മസാജ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കുക. അത് വെച്ചിട്ടും കുറച്ച് നേരം മസാജ് ചെയ്യുക. അമർത്തി ഒരിക്കലും മസാജ് ചെയ്യാൻ പാടില്ല, പതുക്കെ മസാജ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ഇത് ഉണങ്ങാൻ വിട്ട് കൊടുക്കണം കുറച്ച് സമയം. നന്നായിട്ട് കഴുകുക. അതിനുശേഷം തൈരിട്ടേക്കുന്നത് കൊണ്ട് നല്ല വൃത്തിക്ക് കഴുകണം. ശേഷം അലോവേര ഇട്ടിട്ട് മുഖം നന്നായിട്ട് റബ്ബ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് റബ്ബ് ചെയ്താലും മതി. നല്ലതുപോലെ മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അലോവേര ജെല്ല് യൂസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേഷ്യൽ വീട്ടിൽ ചെയ്യാവുന്നത്. വളരെ എളുപ്പമാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ വീട്ടിലിരുന്ന് എങ്ങനെ ഫേഷ്യൽ ചെയ്യാമെന്ന് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്